ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഹാരാഷ്ട്രീയൻ പോഹയാണ് കേട്ടോ. അപ്പോൾ അതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. അതിനുവേണ്ടി വെള്ളം അവലെടുക്കുക, അത് മുങ്ങുന്ന അളവിന് വെള്ളം എടുക്കുക. അത് ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അതിനെ ഊറ്റി മാറ്റണം, അല്ലെങ്കിൽ അതങ്ങ് നന്നായിട്ട് പൊടിഞ്ഞു പോകുന്ന പോലാവും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു പാനിൽ കുറച്ച് കപ്പലണ്ടി എടുത്തിട്ട്, ഇത് ഓൾറെഡി ഉപ്പുള്ള കപ്പലണ്ടിയാണ്, അപ്പോൾ ഉപ്പില്ലാത്തതാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് ഞാൻ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം, എന്നാലും ഒലിവ് ഓയിലൊന്നും എടുക്കാതിരിക്കുക. അപ്പം നമ്മളിനി എണ്ണയിലേക്ക് കുറച്ച് കടുക്, ജീരകം അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് കായോടെ ഇടുക. അപ്പോൾ കായൊക്കെ ഇടുന്നത് നമുക്ക് കുറച്ച് നന്നായിരിക്കും കേട്ടോ, ഡൈജഷനൊക്കെ വേണ്ടിയിട്ട്. അതേപോലെ കുറച്ച് കറിവേപ്പില, അതേപോലെ നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള 2 പച്ചമുളകും ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം. അപ്പം നമുക്കിനി ഇതിനകത്തോട്ട് ഒരു സ്പൂൺ ഉപ്പ് കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ട് വഴറ്റണം. അതേപോലെ ഇതിനകത്ത് നമ്മളിടുന്ന വേറൊരു സംഭവം എന്ന് പറയുന്നത് 1 സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമുക്കിങ്ങനെ പഞ്ചസാര എടുത്തൊന്നും നിൽക്കത്തില്ല, പക്ഷെ നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ മഹാരാഷ്ട്രീയൻ പോഹയുടെ ഒരു പ്രത്യേകത ഈ 1 സ്പൂൺ ഷുഗർ കൂടെ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുത്തതിന് ശേഷം നമുക്കിനി അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന വെള്ള പോഹ ഉണ്ടല്ലോ, അതെന്ന് വെച്ചാൽ നമ്മുടെ അവല്, അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം അതിനകത്ത് തളിച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഒരുപാട് നേരം വേവിക്കണ്ട, ജസ്റ്റ് 2 മിനിറ്റ് മതി. ഇപ്പം നമ്മുടെ പോഹ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് നമ്മുടെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കപ്പലണ്ടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ സെർവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ മല്ലിയില എടുത്ത് ചോപ്പ് ചെയ്ത് കൂടെ ഇട്ടിട്ട് കഴിച്ചാൽ നല്ല കിഡിലും ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമുക്ക് പിള്ളേർക്ക് കൊടുത്തു വിടാനൊക്കെ നന്നായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.